Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ എല്ലാ കൂട്ടുകാർക്കും സോഷ്യലാണ് എക്സാം. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആൻസർ എനി സിക്സ് ഫ്രം ദ 8 ആക്ടിവിറ്റീസ് ഗിവൺ. 8 ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 6 ഉത്തരം എഴുതുക. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കി നോക്കാം. ദ ക്ലോത്തിങ് വി യൂസ് ഹാവ്സ് എ ലോങ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ പാഠം എടുക്കുമ്പോൾ പറഞ്ഞ് നമ്മളിപ്പോൾ ഇടുന്ന ക്ലോത്തിന് ഒരുപാട് കാലത്തെ ഒരു കഥ തന്നെ പറയാനുണ്ടെന്ന്. ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാണ് ഈ ക്ലോത്തിങ് നമുക്ക് യൂസ്ഫുൾ ആയത്? എങ്ങനെയാണ്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, പ്രൊട്ടക്ഷൻ ഫ്രം ദ ഡസ്റ്റ്, പ്രൊട്ടക്ഷൻ ഫ്രം ദ ഇൻസെക്ട്സ്, മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ്? ഈ കോൾഡിൽ നിന്നും ഡസ്റ്റിൽ നിന്നും ഇൻസെക്റ്റിൽ നിന്നും എല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. മാത്രമല്ല ആ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി അടുത്ത അതിൽ ബി ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഇൻവെൻഷൻ ഓഫ് സിന്തറ്റിക് ഫൈബർ എഫക്ട് ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്തിങ്? ഈ സിന്തറ്റിക് ഫൈബറിൻ്റെ കടന്നുവരവ് എങ്ങനെയാണ് ക്ലോത്തിങ്ങിനെ എഫക്റ്റ് ചെയ്തത് നോക്കി നോക്കാം. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം. ഇറ്റ് ഈസ് വെരി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. ഇറ്റ് ഓൾസോ ഹാസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് നോട്ട് wrinkling quickly. So after the invention of synthetic fibers helped to increase the manufacture of clothes. അപ്പോൾ കൂട്ടുകാരെ ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 ആണ്. വില്ലേജ് ആൻഡ് സിറ്റി ഹാവ് ദെയർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. വില്ലേജിനും അതുപോലെ സിറ്റിക്കും അതിൻ്റേതായ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇനി അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് പീലീസ് വില്ലേജ് സൈറ്റ്സ് എഫക്റ്റ് യു? എങ്ങനെയാണ് പീലിയുടെ വില്ലേജിത്തെ ഓരോ സൈറ്റും നിങ്ങളെ എഫക്റ്റ് ചെയ്തത് നോക്കി നോക്കാം. പീലീസ് വില്ലേജസ് is very calm and beautiful. There are many ponds. Children learn to swim in these ponds. There are different kind of festivals. There are many paddy fields. There are weekly markets to buy and sell the local produced goods. We really enjoy the beauty and peacefulness of the village. അപ്പോൾ എന്താണ്? പീലിയുടെ വില്ലേജ് വളരെയധികം കാമും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് കുളം, കുട്ടികളൊക്കെ കുളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പാഡി ഫീൽഡ്സ് ഉണ്ട്, പിന്നെ മാർക്കറ്റ്സ് ഉണ്ട്. അവിടെ സാധനങ്ങൾ വിൽക്കും വാങ്ങും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ് പീലിയുടേത്. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ യുവർ തോട്ട്സ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ് ടു പീലീസ് വില്ലേജ്? അപ്പോൾ പീലിയുടെ വില്ലേജിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന തോട്ട്സ് എന്തൊക്കെയായിരുന്നു നോക്കി നോക്കാം. ഹൗ വിൽ ബി പീലീസ് വില്ലേജ്? എങ്ങനെയായിരിക്കും പീലിയുടെ വില്ലേജ്? അതുപോലെ വിൽ ഇറ്റ് ബി എ നൈസ് പ്ലേസ്? അതൊരു നല്ല സ്ഥലമായിരിക്കുമോ? ക്യാൻ ഐ ഗെറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ദെയർ? അപ്പോൾ എനിക്ക് അവിടുന്ന് വെറൈറ്റി ഓഫ് ഫുഡ് കിട്ടുമോ? ഐ എം സോ എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മൈ വെക്കേഷൻ ഇൻ ദിസ് വില്ലേജ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചിന്തകളാവാം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. ഹൗവർ വിത്ത് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ഹ്യൂമൻ സ്റ്റാർട്ടഡ് ടു ഡൊമസ്റ്റിക്കേറ്റ് അതർ ആനിമൽസ് ഫോർ ഫുഡ് ആൻഡ് അതർ നീഡ്സ്. അപ്പോൾ എന്താണ്? ഈ അഗ്രികൾച്ചർ കഴിഞ്ഞപ്പോൾ പിന്നെ മനുഷ്യന്മാർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ മൃഗങ്ങളിലൊക്കെ വളർത്താനായിട്ട് തുടങ്ങി. എക്സ്പ്ലെയിൻ ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. അങ്ങനെയാണെങ്കിൽ ഈ അഗ്രികൾച്ചറിൻ്റെ ബിഗിനിങ് എങ്ങനെയായിരുന്നു നോക്കി നോക്കാം. ഏർലി ഹ്യൂമൻസ് മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ് സ്പ്രോട്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇവർ കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ സീഡിൽ നിന്നൊക്കെ എന്തുണ്ടാവും? പുതിയ പ്ലാന്റ് വരുന്നതൊക്കെ അവർ നോട്ടീസ് ചെയ്തു. ഇഫ് ദ സീഡ്സ് വർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് ദേ വുഡ് ഡ്രൈ ഔട്ട്. അപ്പോൾ റോക്കിൻ്റെ മേലൊക്കെ ഉള്ള സീഡ്സ് എന്താവും? ഡ്രൈ ഔട്ട് ആവും. ഇഫ് പുട്ട് ഇൻ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടൺ. അപ്പോൾ വെള്ളത്തിൽ കിട്ടാലോ അത് ചീഞ്ഞു പോവും. ഹൗ എവർ ഹ്യൂമൻസ് ലേൺ ദാറ്റ് സീഡ്സ് ജെർമിനേറ്റ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ. അങ്ങനെ ഈ മനുഷ്യന്മാർക്ക് മനസ്സിലായി മോയിസ്റ്റും വാമുമുള്ള സോയിലാണ് ഇതൊക്കെ വളരുക എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ദ
കൾട്ടിവേഷൻ ഓഫ് ക്രോപ്പ് സ്റ്റാർട്ടഡ്. അങ്ങനെ എന്താണ് ഈ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദ എഡിബിൾ പ്ലാന്റ്സ്, റൂട്ട്സ് ആൻഡ് സാപ്ലിങ്സ് വർ സെലക്റ്റഡ്, പ്ലാന്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ഇൻ ദ ഏർലി ഡേയ്സ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവർ ചെറുതായിട്ട് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. Humans started agriculture mainly on river banks over the essential water and fertilize അവൈലബിൾ ദർ. അപ്പോൾ എന്താണ്, ഹ്യൂമൻസ് മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്തത് ഈ റിവർ ബാങ്ക്സിലായിരുന്നു. കാരണം അവിടുത്തെ സോയിൽ നല്ല ഫെർട്ടൈൽ സോയിലുമാണ്, മാത്രമല്ല അവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും ഉണ്ടായിരിക്കും. ഫോളോയിങ് ദിസ് പീപ്പിൾ വാണ്ടഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗൻ ടു സെറ്റിൽ നിയർ ദ ഫാംസ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു, അതിനടുത്ത് തന്നെ അവർ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, നമുക്കതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് were the main crops grown in the early days? നമ്മൾ ലെസൺ എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? വീറ്റ്, ബാർലി, മില്ലറ്റ്, പിന്നെ ട്യൂബേഴ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4 ആണ്. പീപ്പിൾ അറൗണ്ട് അസ് ഏർൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ പല വിധത്തിൽ എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഇൻകം? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻകം? ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് ഇൻവോൾവിങ് ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു പീരീഡ് ഓഫ് ടൈമിൽ കിട്ടുന്ന പൈസയാണ്, ഈ കിട്ടുന്ന സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതെങ്ങനെ കിട്ടുക? ഓഫ് ഇൻവോൾവിങ് ഇൻ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്തിട്ട് ഒരു സർട്ടൈൻ പീരീഡ് ഓഫ് ടൈമിൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഇനി സോഴ്സ് ഓഫ് ഇൻകവും അതുപോലെ ഇൻകം തന്നിട്ടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ നമ്മൾ എന്താ പറയുക? അഗ്രികൾച്ചറിൻ്റെ ഇൻകം ആണ് ക്രോപ്പ്. ഇനി ബിസിനസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്. ഇനി റെൻ്റ് ലീസ് ആകുമ്പോൾ അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. ഇനി ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. ദ ഫുഡ് ദാറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ഈസ് ദ റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്. ഫുഡ് എന്ന് പറയുന്നത് ഓരോ ഹ്യൂമൻ ബീയിൻ്റെയും റൈറ്റ്, അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ മെയിൻ കോസസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാവേഷൻ. പോവർട്ടിയുടെയും സ്റ്റാവേഷൻ്റെയും മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? വാർ, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ക്ലൈമറ്റിക് ചേഞ്ച്, ഇനിക്വാലിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പോവർട്ടിയുടെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. Mention a project launched by the government of Kerala for poverty alleviation. അപ്പോൾ പോവർട്ടി അലവേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഏതാണ്? വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തനിങ് ദ എഫേർട്സ് അഗെയിൻസ്റ്റ് പോവർട്ടി ആൻഡ് സ്റ്റാവേഷൻ ആൻഡ് എൻഷുറിംഗ് ഫുഡ് ഫോർ ഓൾ, വേൾഡ് ഫുഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 16th October എവറി ഇയർ. എല്ലാ വർഷവും 16th October വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കേരള ഈസ് എ മോഡൽ സ്റ്റേറ്റ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് വാരിയസ് സ്കീംസ് ഫോർ പോവർട്ടി അലിവേഷൻ. കുടുംബശ്രീ മിഷൻ is a project launched by the government of Kerala for poverty alleviation is an example for this. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ഓർഗനൈസ്ഡ് മിശ്ര ഭോജനം അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഫുഡ്. മിശ്ര ഭോജനം കൊടുത്തിട്ടുള്ള സോഷ്യൽ റിഫോമർ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.